ഹായ്. അപ്പോൾ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ എക്സാം ഒരു വീക്കിനുള്ളിലുണ്ടാവും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തേത്, വിച്ച് ഇൻ്റർനാഷണൽ കോഡ് പ്രൊവൈഡ് ടെക്നിക്കൽ റിക്വയർമെൻറ്റ് ഫോർ ലൈഫ് സേവിങ് അപ്ലയൻസസ് ഓൺ വെസൽസ്? സോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വിച്ച് ഇൻ്റർനാഷണൽ കോഡ് പ്രൊവൈഡ് ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ഫോർ ലൈഫ് സേവിങ് അപ്ലയൻസസ് ഓൺ വെസൽസ്? ആൻസർ വരുന്നത് LSA കോഡ്, ഇൻ്റർനാഷണൽ ലൈഫ് സേവിങ് ആപ്ലിക്കേഷൻ കോഡ് എന്നുള്ളതാണ്, അപ്ലയൻസ് കോഡ് എന്നുള്ളതാണ്. So this is the universal rule book detailing exactly how tough, bright and reliable life jackets and lifeboats must be. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് അവേഴ്സ് ദാറ്റ് എ ലൈഫ് ബോട്ട് എൻജിൻ മസ്റ്റ് ബി ഏബിൾ ടു റൺ കണ്ടിന്യൂസ്ലി? ആൻസർ 24 അവേഴ്സ് ആണ്. വാട്ട് കളർ ആർ മാരിടൈം ലൈഫ് ജാക്കറ്റ്സ്, ഇമേർഷൻ സ്യൂട്ട്സ് ആൻഡ് ലൈഫ് റാഫ്റ്റ്സ് റിക്വയർഡ് ടു ബി? അതായത് ഇതിൻ്റെയൊക്കെ കളർ എങ്ങനെയായിരിക്കണം? വിസിബിൾ ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളർ ആയിരിക്കണം. ഹൈലി വിസിബിൾ ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളർ ആയിരിക്കണം. അടുത്തത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിട്രോ റിഫ്ലക്റ്റീവ് ടേപ്പ് അറ്റാച്ച്ഡ് ടു ലൈഫ് ജാക്കറ്റ്സ് ആൻഡ് ലൈഫ് റാഫ്റ്റ്സ്? ഇപ്പോൾ ലൈഫ് റാഫ്റ്റ്സിലും ലൈഫ് ജാക്കറ്റ്സിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന റിട്രോ റിഫ്ലക്റ്റീവ് ടേപ്പിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു റിഫ്ലക്റ്റ് സെർച്ച് ലൈറ്റ് ബീംസ് അറ്റ് നൈറ്റ്. ഇനി, ദ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ടാക്ലിംഗ് എ ഫയർ ഇൻ എ ഷിപ്പ് എൻജിൻ റൂം ഓർ ഇലക്ട്രിക്കൽ പാനൽ? ആൻസർ വരിക കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്വിഷർ ആണ്. സോ ഏത് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് ഷിപ്സ് എൻജിനിലുണ്ടാകുന്ന, ഷിപ്പ് എൻജിൻ റൂമിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പാനലുണ്ടാകുന്ന ഫയറിനെ ടാക്കിൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡയോക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറാണ്. അടുത്തത്, വാട്ട് ഈസ് ദ കളർ കോഡ് യൂണിവേഴ്സലി യൂസ്ഡ് ഓൺ എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ സിലിണ്ടർ ടു ഇൻഡിക്കേറ്റ് ഇറ്റ് കണ്ടെയ്ൻ കാർബൺ ഡയോക്സൈഡ്? അപ്പം നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ സിലിണ്ടറിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളർ കോഡ് ചോദിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബാൻഡ് ലേബലാണ്. ഇനി, ക്രീം കളർ ഉപയോഗിക്കുക ഫോമിനും റെഡ് കളർ വാട്ടറിനുമാണ്. ബ്ലാക്ക് കളർ ഫോർ കാർബൺ ഡയോക്സൈഡ്, ക്രീം കളർ ഫോർ ഫോം ആൻഡ് റെഡ് കളർ ഫോർ വാട്ടർ. അതുകൂടെ ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. ഇനി, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ എമർജൻസി എസ്കേപ്പ് ബ്രീത്തിങ് ഡിവൈസ് യൂസ് ടു എസ്കേപ്പ് എ സ്മോക്ക് ഫിൽഡ് റൂം ഓൺ എ ഷിപ്പ്? ഒരു ഷിപ്പിൽ റൂമിൽ സ്മോക്ക് ഫില്ല് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനൊരു കണ്ടീഷൻ വന്നു. അപ്പോൾ അന്നേരം ഉപയോഗിക്കുന്ന എമർജൻസി എസ്കേപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ EEBD, എമർജൻസി എസ്കേപ്പ് ബ്രീത്തിങ് ഡിവൈസ്. ഷോർട്ട് ഫോം ആയിരിക്കും തരിക, അപ്പം കുറച്ച് കൺഫ്യൂഷൻ വരാം. ഓക്കെ, EBED എന്നോ EEBD എന്നൊക്കെ തരാം. അടുത്തത്, അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഡു ദ ഇനിഷ്യൽ SCBA സ്റ്റാൻഡ് ഫോർ എ മാരിടൈം ഫയർ ഫൈറ്റിംഗ്? അപ്പോൾ എന്താണ് SCBA എന്ന് വെച്ചാൽ സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് ആണ് SCBA. ഇനി, വാട്ട് ഈസ് ദ മെയിൻ ഡേഞ്ചർ ഓഫ് യൂസിങ് എ കെമിക്കൽ ഫോം എക്സ്റ്റിങ്ക്വിഷർ ഓർ എ ലൈവ് ഇലക്ട്രിക്കൽ ഫയർ? ഒരു ലൈവ് ഇലക്ട്രിക്കൽ ഫയറിൽ നമ്മൾ കെമിക്കൽ ഫോം എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഡേഞ്ചർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. റിസ്ക് ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക് ടു ദ ഓപ്പറേറ്ററിന് ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകും. ഹൗ ഓഫൻ മസ്റ്റ് ഫയർ ഡ്രിൽസ് ആൻഡ് അബാൻഡൻഡ് ഷിപ്പ് ഡ്രിൽസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഓൺ എ മെർച്ചൻ്റ് ആൻഡ് ലാർജ് ഫിഷിംഗ് വെസൽസ്? അപ്പോൾ എത്രത്തോളം അല്ലെങ്കിൽ ഹൗ ഓഫൻ, എത്ര തവണ നമുക്ക് ഫയർ ഡ്രിൽസ് അല്ലെങ്കിൽ അബാൻഡൻഡ് ഷിപ്പ് ഡ്രിൽസ് ഒരു മെർച്ചൻ്റ് അല്ലെങ്കിൽ ലാർജ് ഫിഷിംഗ് വെസലിൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് വൺസ് എവറി മന്ത്. ഇനി അടുത്തത്, വിച്ച് വിഷ്വൽ ഡിസ്ട്രസ് signal is designed to be used during the daytime to show a vessel location or by creating a cloud of colored smoke? അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വിച്ച് വിഷ്വൽ ഡിസ്ട്രസ് സിഗ്നൽ ഈസ് designed to be used during the daytime to show a vessel's location by creating a cloud of colored smoke? ആൻസർ വരിക ബോയൻറ്റ് സ്മോക്ക് സിഗ്നലാണ് ഉത്തരം വരിക. വിച്ച് വിഷ്വൽ ഡിസ്ട്രസ് സിഗ്നൽ ഈസ് ഡിസൈൻഡ് ടു ബി യൂസ്ഡ് ഡ്യൂറിങ് ദ ഡേ ടൈം ടു ഷോ എ വെസൽ ലൊക്കേഷൻ ബൈ ക്രിയേറ്റിംഗ് എ ക്ലൗഡ് ഓഫ് കളേർഡ് സ്മോക്ക്? സോ ബോയൻറ്റ് സ്മോക്ക് സിഗ്നലാണ്. ഇനി അടുത്തത്, വാട്ട് ഇസ് എ മാക്സിമം ആൾട്ടിറ്റ്യൂഡ് റീച്ച്ഡ് ബൈ എ മറൈൻ റോക്കറ്റ് പാരച്യൂട്ട് ഫ്ലെയർ വെൻ ഫയേർഡ്? 300 meters ആണ്. ഹൗ ലോങ് മസ്റ്റ് എ ഹാൻഡ് ഫ്ലെയർ ബേൺ അറ്റ് എ മിനിമം അക്കോർഡിംഗ് ടു സേഫ്റ്റി റെഗുലേഷൻ? 1 minute ആണ് ഹാൻഡ് ഫ്ലെയർ ബേൺ ചെയ്യുക. ഇനി, വാട്ട് പ്രിവെൻറ്റ്സ് എ ലൈഫ് റാഫ്റ്റ് ഫ്രം ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദ ഷിപ്പ് വൈൽ ഇറ്റ് ഈസ് ബീൻ ലോഡഡ് വിത്ത് പാസഞ്ചേഴ്സ്?
The painter line ആണ് the painter line. The painter is simply a very strong rope that ties the life raft to the main vessel until everyone is safely inside. അടുത്തത് വാട്ട് ഈസ് ലൈൻ ത്രോയിങ് അപ്ലയൻസ് യൂസ്ഡ് ഫോർ ഡ്യൂറിങ് ആൻ എമർജൻസി അറ്റ് സീ ടു ഷൂട്ട് എ കണക്ഷൻ ഡ്രോ ബിറ്റ്വീൻ ടു ഡിസ്റ്റൻറ്റ് ഷിപ്പ്. അടുത്തത് വാട്ട് ഈസ് തേർമൽ പ്രൊട്ടക്റ്റീവ് എയ്ഡ്. എന്താണ് തേർമൽ പ്രൊട്ടക്റ്റീവ് എയ്ഡ് എന്നാണ്? എ വാട്ടർ പ്രൂഫ് ബാഗ് ദാറ്റ് റീറ്റെയിൻസ് ബോഡി ഹീറ്റ്. അതാണ് തെർമൽ പ്രൊട്ടക്റ്റീവ് എയ്ഡ് എന്ന് പറയുന്നത്. ദെൻ what is the minimum number of life buoys required on even the smallest commercial vessel? At least 2 life buoys എങ്കിലും ഉണ്ടായിരിക്കണം. ഇനി what device on a life jacket automatically activate a light when a survivor falls into the water? So answer വരെ വാട്ടർ ആക്ടിവേറ്റഡ് ബാറ്ററി സെല്ലാണ്. വാട്ട് ഡിവൈസ് ഓൺ എ ലൈഫ് ജാക്കറ്റ് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ്സ് എ ലൈറ്റ് വെൻ എ സർവൈവർ ഫോൾസ് ഇൻ ടു ദ വാട്ടർ. ദ ബാറ്ററി ഹാസ് കോൺടാക്ട് ദാറ്റ് complete an electrical circuit only when immersed in salt water, instantly turning on a small locator light. അടുത്തത് ഇലക്ട്രോണിക് നാവിഗേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എയ്ഡ്സ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ്. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ് ദ ഡെപ്ത് ഓഫ് ദ വാട്ടർ ബിനീത്ത് എ വെസൽ കീൽ യൂസിങ് സൗണ്ട് വേവ്സ്. ആൻസർ വരെ എക്കോ സൗണ്ടർ അല്ലെങ്കിൽ ഡെപ്ത് സൗണ്ടറാണ്. സോ ഇറ്റ് സെൻഡ് എ സ്ട്രോങ് സൗണ്ട് ഇമ്പൾസ് down to the sea floor and times how long it takes to bounce back. This keeps fishing boats from crashing into hidden shallow rocks. What does radar stands for? Radar എന്താണ്? Radio detection and ranging. Radio detection and ranging. Then radar shoot out invisible radio waves. Okay. Then what is the primary function of ARPA system attached to a marine radar? Automatic collision tracking and plotting. എന്താണ് ARPA സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ? ഓട്ടോമാറ്റിക് കൊളിഷൻ ട്രാക്കിംഗ് ആൻഡ് പ്ലോട്ടിംഗ്. അടുത്തത് what type of radar screen is used by search and rescue team to locate survival crafts a SART signal? സോ ഏത് ടൈപ്പ് ഓഫ് റഡാർ സ്ക്രീൻ ആണ് നമ്മുടെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീംസ് സർവൈവൽ ക്രാഫ്റ്റിൻ്റെ സാർട്ട് സിഗ്നൽ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? 3GHZ, അതായത് എക്സ് ബാൻഡ് റഡാറാണ്. എക്സ് ബാൻഡ് റഡാർ അല്ലെങ്കിൽ 3GHZ റഡാറാണ് ഉപയോഗിക്കുന്നത്. അടുത്ത വാട്ട് ഗ്ലോബൽ ഒരു മിനിറ്റ് what global system provide continuous all weather 3D positioning data to vessels? Answer is GPS ആണ് global positioning system. So what global system provide continuous all weather 3D positioning data to vessels? GPS ആണ്. അടുത്തത് what is the purpose of marine speed log? To measure vessel speed. അപ്പോൾ marine speed logൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ to measure the wheel speed. അടുത്തത് വിച്ച് റേഡിയോ ഫ്രീക്വൻസി ചാനൽ ഈസ് യൂണിവേഴ്സലി റിസർവ്ഡ് ഫോർ വോയിസ് ബേസ്ഡ് ഡിസ്ട്രസ് സേഫ്റ്റി ആൻഡ് കോളിംഗ് ഓൺ VHF റേഡിയോ? VHF ചാനൽ 16 ആണ്. തിങ്ക് ഓഫ് ചാനൽ 16. ഓക്കെ, ഇറ്റ് ഈസ് എ ഇൻ്റർനാഷണൽ മാരിടൈം എമർജൻസി ചാനൽ. So the radio frequency channel is universally reserved for voice based distress safety and calling on VHF radio is VHF channel 16. What does acronym GMDSS stands for? Global Maritime Distress and Safety System. Global Maritime Distress and Safety System. What's the purpose of digital selective calling on marine radios? To send instant digital distress alert. To send instant digital distress alerts. And the next question, which satellite network is primarily used by GMDSS for commercial maritime communication outside polar region? Inmarsat. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഈസ് പ്രൈമർലി യൂസ്ഡ് ബൈ GMDSS for commercial maritime communication outside polar region? Inmarsat ആണ്. The dedicated network of geostationary satellites positioned over the equator and handles ship-to-shore calls, emails, weather alerts. What does a NavTex receiver print out or display on the ship's bridge? Navigational and meteorological warning. Okay. How is an EPIRB registered to ensure authorities know who is in distress? Using a unique maritime mobile service identity number. Using a unique maritime mobile service identity number.
Then, what electronic aid for allows a fishing boat to easily see the movement of fish schools under the water? Answer: sound, navigation, and ranging sonar ആണ്. Okay, it's a echo sounder which only looks straight down. Sonar scans horizontally throughout the boat to locate tightly packed schools of commercial fish. What does COG stands for on a GPS display? COG means course over ground. This is the actual direction the boat is traveling across the earth, taking into account how ocean currents might be pushing it sideways. What SOG on a ship navigation monitor? Speed over ground. So COG is course over ground and SOG is speed over ground. The speed over ground is actual speed of the vessel related to the stationary seafloor rather than that speed related to moving water. That SOG സി ഒ ജി തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. സി ഒ ജി എന്ന് വെച്ചാൽ ബോട്ടിൻ്റെ ഡയറക്ഷനാണ് മനസ്സിലാക്കുന്നത്. SOG മീൻസ് സ്പീഡാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, സ്പീഡ്. ദെൻ what instrument serves as the primary backup of all electronic navigation system fails? Magnetic compass ആണ് ഉത്തരം വരിക. എന്താണ് magnetic compass? International laws and agreements of the sea. ആദ്യത്തത് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് UN organization is responsible for creating international regulation to prevent marine pollution and improve shipping safety? ഉത്തരം വരെ IMO, International Maritime Organization ആണ്. What is the main objective of the Marpol Convention? Prevention of pollution from ships. ഷിപ്സിൽ നിന്നുള്ള പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മാർപോൾ എന്ന് വെച്ചാൽ. മറൈൻ പൊല്യൂഷൻ എന്നുള്ളതാണ് മാർപോൾ.